നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 21. ഇന്നാണ് നിഫ്റ്റിയുടെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറി. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. യുഎസിൽ നിന്നും വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റീവ് വിക്കോഫും ഉൾപ്പെടെയുള്ള ടീമുകൾ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്നാൽ ചർച്ചയെക്കുറിച്ചുള്ള ഇറാന്റെ സഹകരണം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുന്നുമുണ്ട്. ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇറാന്റെ ഭാഗത്ത് നിന്നും ചർച്ചയ്ക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലൊന്നും റിപ്പോർട്ട്സുകൾ വന്നിട്ടുമില്ല. കാരണം ഭീഷണിയുടെ നിഴലിൽ ഇറാന് ചർച്ചകൾ സ്വീകാര്യമല്ലെന്നുള്ള സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി തന്നെ വരികയും ചെയ്തു. വരുന്ന റിപ്പോർട്ട്സുകൾ പ്രകാരം ഇറാനുമായിട്ടുള്ള കരാർ ഒപ്പുവയ്ക്കലാണ് US പ്രസിഡന്റ് ട്രംപ് ലക്ഷ്യമിടുന്നത്. വെടിനിർത്തൽ നീട്ടാൻ സാധ്യതയില്ലെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. എന്നാൽ അതേസമയം ഇറാന്റെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും അമേരിക്കയുടെ സമീപനം നാച്ചുറൽ ആയിട്ടുള്ളതല്ലെന്നും ബലപ്രയോഗത്തിന് രാജ്യം വഴങ്ങില്ലെന്നുമുള്ള പ്രഖ്യാപനവും വന്നു. കൂടാതെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇനി ഫൈനലായിട്ടൊരു ഡീലിലേക്ക് എത്തിച്ചേരാതെ യുഎസിന്റെ ഹോർമോസ് കടലിടുക്കിലുള്ള ബ്ലോക്കേഡ് മാറ്റാതെ തൽസ്ഥിതി തുടരുമെന്നുള്ള പ്രഖ്യാപനം വരികയും ചെയ്തു. ഇതാണ് നിലവിലെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ്. അതുകൊണ്ട് തന്നെ നാളെ വെളുപ്പിനോടുകൂടി ട്രംപിന്റെ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കെ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ സൂക്ഷ്മ വിശദാംശങ്ങളിൽ ഇന്ത്യയും യുഎസും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,500 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-day EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ അതുവരെ കൺസോൾട്ടേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,200, 24,100 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവൽ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ ബൈയിങ്ങിനു ശേഷം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1,060 കോടി രൂപയ്ക്ക് ഇന്നലെ സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായതും. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,967 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തി. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും മാർച്ച് മാസത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ടിന്റെ റിലീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് 0.4% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരിയിലെ 2.8% നിന്നും മാർച്ച് ആയപ്പോൾ 2.4% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇന്നലെ ആകെ ഒരു ഗ്ലോബൽ ഇവന്റ് മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അത് കാനഡയിൽ നിന്നുമുള്ള മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ആയിരുന്നു. കാനഡയിലെ ഇൻഫ്ലേഷൻ ഫെബ്രുവരിയിലെ 1.8% നിന്നും മാർച്ച് ആയപ്പോൾ 2.4% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 11:30 UK-യിൽ നിന്നും ഫെബ്രുവരി മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ റിലീസ് ഉണ്ട്. ഉച്ചയ്ക്ക് 2:30 ജർമ്മനിയിൽ നിന്നും ഏപ്രിൽ മാസത്തെ ജിയോ ഇക്കണോമിക് സെന്റിമെന്റ്സ് ഇൻഡെക്സിന്റെ റിലീസ് നടക്കാനിരിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് യുഎസിൽ നിന്നും മാർച്ച് മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 2.25%-ലേറെയും ഡോക്ടർ റെഡ്ഡീസിന് 1.5%-ലേറെയും HDFC ബാങ്ക് ADRന് 3.25%-ലേറെയും ഇൻഫോസിസ് ADRന് 1.25%-ന്റെയും വിപ്രോ ADRന് 2.25%-ലേറെയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ICICI ബാങ്കിനും നേരിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെടിനിർത്തൽ കരാറിന്റെ നീട്ടലിനെ കുറിച്ചുള്ള സാധ്യതകൾ മങ്ങിയതിനെ തുടർന്ന് തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനിലെ ശക്തമായ നേട്ടത്തിനെ തുടർന്നും മാത്രമല്ല ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യാനും US മാർക്കറ്റുകൾക്ക് കഴിഞ്ഞ ആഴ്ച സാധിച്ചെങ്കിലും അവയ്ക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് S&P 500-നും നാസ്ഡാക്കിനും 0.5% നഷ്ടത്തോടുകൂടി തന്നെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-ലേറെയും ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റുകൾക്ക് 1%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും നേട്ടം തന്നെയാണ് പ്രതിഫലിക്കുന്നതും. ആയതിനാൽ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കും. ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 2%-നടുത്തും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും.
ലഭിക്കുന്നതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.69%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1%-ലേറെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $94.82 per ബാരൽ എന്ന നിലയിലായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില $86.47 per ബാരൽ എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4823.13 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്സുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 1.1 എന്ന നിലയിലും മാക്സ് പെയിൻ 24,300 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. നിഫ്റ്റിക്ക് ഇന്നലെ അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി, മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ അവയുടെ അപ് ട്രെൻഡ് നിലനിർത്തുകയും ചെയ്തു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 57.24 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,450 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് അതേസമയം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.02 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാക്സ് പെയിൻ 56,000 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി, മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ അവയുടെ അപ് ട്രെൻഡ് നിലനിർത്തുകയും ചെയ്തു. RSIയിലും നേരിയ ഉണർവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 56.11 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും 57,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. PNB ഹൗസിംഗ് ഫൈനാൻസ് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 19% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ 6 ബേസിസ് പോയിന്റുകളുടെ നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 3.75% നിന്നും 3.69% ഇടിവ് രേഖപ്പെടുത്തി. ഓയിൽ ഇന്ത്യ പുനരുപയോഗ ഊർജ്ജ വികസനം, സംഭരണം, വിതരണം എന്നിവയിൽ സഹകരിക്കുന്നതിനായിട്ട് ഓയിൽ ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ ഓയിൽ ഗ്രീൻ എനർജി നുമാലിഗ്ര റിഫൈനറിയുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഏർപ്പെട്ടു. വേദാന്ത കമ്പനിയുടെ ഡീമർജറുമായി ബന്ധപ്പെട്ടുള്ള 1:1 എന്ന റേഷ്യോയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കേണ്ട ഷെയറുകളുടെ റെക്കോർഡ് ഡേറ്റ് മെയ് 1, 2026 ആയിട്ട് കമ്പനിയുടെ ബോർഡ് അപ്രൂവൽ ചെയ്തു. TCS മാപ്പ് സേവനങ്ങളിൽ പരസ്പര സഹകരണത്തിനായിട്ട് ദക്ഷിണ കൊറിയൻ ടെക് ഫീമനായ നേവർ കോർപ്പും TCSും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. NCC പ്രൊമോട്ടേഴ്സും മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും സ്റ്റോക്കിലുള്ള അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 86.4 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ് REIT 29 ഏപ്രിലിന് ക്വാർട്ടർ 4 റിസൾട്ട് കമ്പനി പ്രസിദ്ധീകരിക്കും. ACME സോളാർ ഹോൾഡിംഗ്സ് കമ്പനിക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ GSTയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരുന്നു. എന്നാൽ രാജസ്ഥാൻ ഹൈക്കോടതിയിൽ കമ്പനി നടത്തിയ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതി ഇടക്കാല സ്റ്റേ കമ്പനിക്ക് അനുവദിക്കുകയും ചെയ്തു. ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യ 2026 ഏപ്രിൽ 30 പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്നും ശ്രീ പുൽഗീത് ഗോയൽ രാജിവെച്ചു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിലെ 2 ഉന്നത ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.